പാലക്കാട് ജില്ലാ പോലീസ് മേധാവി അജിത് കുമാറുമായി ഞാൻ സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞത് പോലീസിനൊരു സംശയമാണുള്ളത്, പ്രതിയാണ് എന്ന് സ്ഥിരീകരിച്ചിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നു. സ്വാഭാവികമായിട്ടും ജില്ലാ പോലീസ് മേധാവി ഒരു പ്രതികരണം നടത്തുമ്പോൾ അത് ആധികാരികമായിരിക്കണം, ഔദ്യോഗികമായിരിക്കണം. സ്വാഭാവികമായിട്ടും അതുകൊണ്ട് തന്നെ അദ്ദേഹം അത് സ്ഥിരീകരിച്ചില്ല. അദ്ദേഹം പറഞ്ഞത് ഈ പ്രതി എന്ന് തോന്നിക്കുന്ന തരത്തിലുള്ള ഒരു വ്യക്തിയെ കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ആ മേഖലയിലേക്ക് കൂടുതൽ പോലീസ് സേന എത്തിച്ചുകൊണ്ട് തിരച്ചിൽ നടത്തുന്നതെന്നാണ് വ്യക്തമാക്കുന്നത്. നമ്മളും അവിടേക്ക് ഇപ്പോൾ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഈ പ്രതിയെ ഈ ദിവസം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പോലീസിനെ സംബന്ധിച്ചിടത്തോളം അത് വലിയ നാണക്കേടുണ്ടാകും ഹാഷ്മി. കാരണം 48 മണിക്കൂറിലേക്ക് അടുക്കുന്നു ഈ സംഭവം നടന്ന് രണ്ട് പറഞ്ഞാൽ നോക്കൂ, ഇത് പോലീസിന് അനാസ്ഥയിൽ വളരെ വ്യക്തമായി ഇപ്പോൾ ഈ പോലീസ് നടന്ന ശ്രമങ്ങളെ നമ്മൾ ശ്ലാഘിക്കുമ്പോൾ തന്നെ ഇതിൽ പോലീസിന്റെ കൃത്യമായ അനാസ്ഥ ഉണ്ടായിട്ടുണ്ട്. അതിന് കാരണം ഈ അഖില എന്ന് പറയുന്ന ഇളയ മകൾ പോയി പറഞ്ഞിട്ട് പോലീസ് അത് കാര്യമായി മൈൻഡ് കൊടുത്തില്ല, അല്ലെങ്കിൽ കാര്യമായി അത് ഗൗരവത്തിലെടുത്തില്ല എന്ന ഗുരുതര പ്രശ്നം അവിടെയുണ്ട്. അപ്പോൾ അതിനുശേഷം ജാമ്യവ്യവസ്ഥയിൽ ഇറങ്ങിയ ഒരു പ്രതി, ജാമ്യവ്യവസ്ഥ ലംഘിച്ചെന്ന് പോലീസിന് അറിവുള്ള ഒരു പ്രതി രണ്ടുപേരെ ക്രൂരമായി എന്താണ് വെട്ടിക്കൊലപ്പെടുത്തി എന്ന് പറഞ്ഞാൽ ഈ നേരത്തെ നമ്മുടെ ചർച്ചയിൽ പങ്കെടുത്ത പരമേശ്വരൻ അടക്കമുള്ളവർ പറഞ്ഞത് എങ്ങനെയാണോ ആദ്യം ഈ സജിത എന്ന് പറയുന്ന 35 വയസ്സുകാരി വെട്ടിക്കൊലപ്പെടുത്തിയത്, ഏതാണ്ട് അതേ വെട്ടുകൾ തന്നെ, ഏതാണ്ട് അതേ സ്ഥലങ്ങളിലെ വെട്ടുകൾ തന്നെയാണ് ഈ ലക്ഷ്മി അടക്കമുള്ളവർ നേരിടുന്നത്. അപ്പോൾ എത്രത്തോളം ഇയാൾ കൈവറക്കാത്ത കുറ്റവാളിയാണെന്നറിയാം. അയാൾ ഒരർത്ഥത്തിൽ പോലീസിന്റെ കൺമുന്നിൽ ഇരട്ട കൊലപാതകം നടത്തിയിട്ട് ഇന്നലെ 10 മണിക്ക് കൊലപാതകം ഉണ്ടായി. ഇന്നിപ്പോൾ നേരത്തോട് നേരം കഴിഞ്ഞ് സമയം 8:30 ആകുമ്പോഴേക്കും ഇതുവരെ പോലീസിന് യാതൊരു സൂചനയും ഇയാളെപ്പറ്റി ഇല്ല എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. രാത്രി ഒരു ക്ലൂ കിട്ടുന്നു, ആ ക്ലൂവിൻ്റെ പിന്നാലെ പോലീസ് ഉറപ്പായി പരമാവധി ഉണ്ടായ വീഴ്ചയുടെ പഴിമറയ്ക്കാനെങ്കിലും പരമാവധി ശ്രമങ്ങൾ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയാണ്. ഇത് പോലീസിന് മാത്രം ആവശ്യമല്ല, നാട്ടുകാർ കൂടി ചെന്താമര ഈ രാത്രി പൊക്കും എന്ന നിശ്ചയത ഇവിടെ തെരച്ചിൽ നടന്ന പോലീസുകാർ മാത്രമല്ല, ഈ ദിവസങ്ങൾ അത്രയും അല്ലെങ്കിൽ ഈ മണിക്കൂറുകൾ അത്രയും രാപ്പകൽ വ്യത്യാസമില്ല നാട്ടുകാരും അവിടെ തെരച്ചിലിനായി രംഗത്ത് തന്നെയുണ്ട്. പോലീസിന് വിട്ടുകൊടുത്തവർ വീട്ടിൽ കയറി ഇരിക്കുകയല്ല നാട്ടുകാർ ഉറപ്പായും അഭിനന്ദനം അർഹിക്കുന്ന നാട്ടുകാർ തന്നെയാണ്. നാട്ടുകാരും ഈ രാത്രി ഇറങ്ങി ഈ കൊടുങ്കാടിനുള്ളിൽ ഈ ചെന്താമരയെ തിരയുകയാണ്. ഇപ്പോഴും പക്ഷേ അവിടെ പരിമിതിയായി നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നത് മതിയായ വെളിച്ച സംവിധാനം അങ്ങോട്ടേക്ക് ഇപ്പോഴും എത്തിയിട്ടില്ല. കാടാണ്, ഈ പറയുന്ന എന്താണ് ഇപ്പം തിരയാൻ പോകുന്നവരുടെ സുരക്ഷ കൂടി പ്രധാനമാണല്ലോ. അതുകൊണ്ട് മതിയായ വെളിച്ച സംവിധാനം ഉടനെ എത്തും എന്ന് തന്നെ പ്രതീക്ഷിക്കുകയും ചെയ്യാം. അവിടെ തെരച്ചിൽ നടക്കുന്ന ദൃശ്യങ്ങൾ പ്രേക്ഷകർ കാണുന്നു. ഇപ്പോഴും ഉള്ളത് ഇതുപോലുള്ള കാണുന്ന പോലെ ടോർച്ച് ലൈറ്റുകളും മൊബൈൽ ഫോണിൻ്റെ വെളിച്ചവും മാത്രമാണ്. നേരത്തെ 1-2 പ്രേക്ഷകർ കമന്റ് ബോക്സിൽ പറയുന്നത് പോലെ കാടുമായി നല്ല പരിചയമുള്ള ആളാണെങ്കിൽ ഇയാൾ മരത്തിന് മുകളിലടക്കം കയറിയിരിക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതും പോലീസ് നോക്കുന്നു എന്ന് തന്നെ വേണം പ്രതീക്ഷിക്കാൻ. എന്തായാലും മാട്ടായൽ കണ്ടത് ചെന്താമര തന്നെയാണോ എന്ന് സ്ഥിരീകരിക്കാൻ പോലീസ് പക്ഷേ 100% തയ്യാറാകുന്നില്ല. അതിന് കാരണം അതങ്ങനെ അതൊരു ഒഫീഷ്യൽ സംവിധാനമുള്ളത് അതുകൊണ്ടാണ്. പക്ഷേ ആ പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞത് ഒരു കോഴി ഫാമിൻ്റെ പിന്നിലായി ചെന്താമരെ കണ്ടുവെന്നും പോലീസുകാരൻ ഓടിച്ചപ്പോൾ അയാൾ ഓടി, അല്ലെങ്കിൽ പോലീസുകാരൻ പിന്നാലെ പോയപ്പോൾ ഓടിയെന്നുമാണ് നേരത്തെ ഒരു SP പറഞ്ഞത്. നാട്ടുകാർ സ്ഥിരീകരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നാട്ടുകാർ പറയുന്നു ഇത് ചെന്താമര തന്നെയാണ് എന്ന് നാട്ടുകാർ പറയും. നാട്ടുകാർ നന്നായി ഇയാൾ എന്തായാലും അറിയാവുന്ന ആളാണ്. ചെന്താമര പക്ഷേ പോത്തുണ്ടിയിൽ തന്നെ ഈ പറയുന്ന ഈ മണിക്കൂറുകൾ അത്രയും പോലീസ് സംവിധാനം സകല വലയും വിരിച്ച് ഇയാൾക്ക് വേണ്ടി തെരച്ചിൽ തുടരുമ്പോഴും പോത്തുണ്ടിയിൽ തന്നെ അയാൾ തുടർന്നെങ്കിൽ അയാൾ ചില്ലറക്കാരനല്ല, അയാൾ കൊടൂര കുറ്റവാളിയാണ് എന്ന് ഉറപ്പായും പറയാം. നിഖിൽ പരമേശ്വരൻ ആയിരുന്നെങ്കിൽ രാത്രി ഈ കാടിനുള്ളിൽ നടത്താൻ പോലീസിന്റെ ഒരു സെർച്ച് പ്ലാൻ എന്താണ്? ഹാഷ്മി, കൂടുതൽ ഉദ്യോഗസ്ഥർ ഇന്നിപ്പോൾ പകൽ ഏതാണ്ട് 100-ൽ പരം ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു. വൈകുന്നേരമാകുമ്പോഴേക്കും ഈ തിരച്ചിൽ കാര്യക്ഷമമല്ല, അതായത് തിരച്ചിലിൽ കാര്യമായ പുരോഗതിയില്ല എന്ന് കണ്ടെത്തിയതിന്റെ പശ്ചാത്തലത്തിൽ കുറച്ച് ഉദ്യോഗസ്ഥരെ പിൻവലിച്ചിരുന്നു. ആ പിൻവലിച്ച ഉദ്യോഗസ്ഥരോട് കൂടി ഇപ്പോൾ സംഭവ സ്ഥലത്തേക്ക് എത്തിച്ചേരാൻ വേണ്ടി ആവശ്യപ്പെടുന്നു. ഇന്ന് രാത്രി ഒരു മാസ് സെർച്ച് നടത്തി പ്രതിയെ കണ്ടെത്താൻ വേണ്ടിയുള്ള അവസാനവട്ട ശ്രമങ്ങൾ നടത്തുകയാണ് പോലീസ് ഉദ്യോഗസ്ഥർ. അവരെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം നാണക്കേടുണ്ടാക്കുന്ന സംഭവമായി മാറുകയാണ് ഈ ചെന്താമര എന്ന പ്രതിയുടെ കൃത്യങ്ങൾ. ഇയാൾ ഈ കുറ്റകൃത്യം നടത്തി 2 പകലും 2 രാത്രിയും പിന്നിടാൻ പോകുമ്പോഴും കേരള പോലീസിന് ഇയാളെ പിടികൂടാൻ കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ അങ്ങേയറ്റം നാണക്കേടുണ്ടാക്കുകയാണ്. അതുകൊണ്ടാണ് ചെറിയ തെളിവുകൾ പുറത്തേക്ക് വരുമ്പോൾ പോലും അന്വേഷണ സംഘം അത് പുറത്തേക്ക് വിടാൻ തയ്യാറാകുന്നതും അവരുടെ ജാള്യത മറയ്ക്കാനുള്ള ശ്രമങ്ങൾ അവർ നടത്തുന്നതും. അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ്. ചില ഉദ്യോഗസ്ഥരൊക്കെ ഏറെക്കുറെ പറയുന്നുണ്ട് ചെന്താമര തന്നെ ആണ് എന്ന് തോന്നുന്നുവെന്ന്. കാരണം ഇയാളുടെ ഒരു വീട്, ഒരു ബന്ധു വീട് ഈ പ്രദേശത്തുണ്ട്. ഇപ്പോൾ ഇയാളെ കണ്ടെത്തിയിട്ടുള്ള പ്രദേശത്ത് ഇയാളുടെ ഒരു ബന്ധു വീടുണ്ട്. ഇന്നലെ തന്നെ നമ്മൾ വ്യക്തമാക്കിയ ഒരു കാര്യമുണ്ട്, ഈ പ്രതിക്ക് ഭക്ഷണം കഴിക്കാതെ അധിക സമയം പിടിച്ചു നിൽക്കാൻ കഴിയില്ല. വിശപ്പിന്റെ അസുഖമുള്ള ആളാണ്. സ്വാഭാവികമായിട്ട് കഴിഞ്ഞ തവണയും ഈ സജിത ഇയാൾ കൊലപ്പെടുത്തിയ സമയത്ത് ഈ പ്രതിയെ പിടികൂടിയത് ഇയാൾ ഭക്ഷണം കഴിക്കാൻ വന്ന സമയത്ത് തഞ്ചത്തിൽ വിളിച്ചു വരുത്തി ഇയാളുടെ ഓഡിയോ ചെറിയൊരു ഒരു പൊട്ടലുണ്ടെങ്കിൽ റേഞ്ച് പ്രശ്നമാണ്. കാടിനുള്ളിലാണ് നമ്മുടെ പ്രിയപ്പെട്ട റിപ്പോർട്ടർമാരൊക്കെ ഉള്ളത്, അതുകൊണ്ടാണ് ആ റേഞ്ച് പൊട്ടൽ ഉണ്ടാകുന്നത്.
മാട്ടായിൽ ചെന്താമരയുടെ ബന്ധുവീടുണ്ട് എന്നിപ്പോൾ പറയുന്നുണ്ട്, എന്നിപ്പോൾ അറിയുന്നുണ്ട്. ബന്ധുവീട്ടിലടക്കം പോലീസ് പരിശോധന നടത്തുകയാണ്. പരമാവധി സംഘത്തെ വിന്യസിച്ച് തെരച്ചിൽ നടത്തുകയാണ്. പ്രതിയെ ഇന്ന് തന്നെ പിടികൂടാൻ കഴിയുമെന്നാണ് പ്രതീക്ഷയെന്നാണ് SP അജിത് കുമാർ 24നോട് പറഞ്ഞത്. ഇത് അത്യാവശ്യം ഏരിയയിലുള്ള ഒരു മലയും ഒരു വനമേഖലയൊക്കെയാണ്. അവിടെ തെരച്ചിൽ നടത്തുക കുറച്ച് ദുഷ്കരമാണെങ്കിൽ കൂടിയും ഇയാളെ പിടികൂടിയേ മതിയാവുകയുള്ളൂ. കാര്യം അത്രത്തോളം ഡേഞ്ചറസ് ക്രിമിനലാണ്. ഇനിയും ആൾക്കാരെ കൊല്ലാൻ ശബ്ദം ചെയ്ത് നടക്കുന്ന മനുഷ്യനാണ്. ഒരാളെ രണ്ടുപേരെ മാത്രമല്ല, ഇനിയും ഈ പറയുന്ന ഇയാളുടെ ഹിറ്റ് ലിസ്റ്റിൽ ഇയാൾ കൊല്ലണം എന്നാഗ്രഹിക്കുന്ന ഇയാളുടെ മരണപ്പട്ടികയിൽ ഇനിയും ആൾക്കാരുണ്ട്. അവർക്ക് ഈ രാത്രി സമാധാനമായി ഉറങ്ങാനെങ്കിലും. മാത്രമല്ല, അഖില എന്ന് പറയുന്ന ആ പെൺകുട്ടിയുണ്ട്, അവളടക്കം പേടിയിലാണ്. അപ്പോൾ ആ പേടി ഒഴിവാക്കണമെങ്കിൽ ഇയാൾ ഇന്ന് ഈ പോലീസിന്റെ കയ്യിൽ അകപ്പെട്ടേ മതിയാവും. എന്ത് വില കൊടുത്തും അകപ്പെട്ടേ മതിയാവുകയുള്ളൂ. അയാളെ കണ്ടാൽ ചവിട്ടി നട്ടലൊടിക്കണമെന്നൊക്കെ ചില പ്രേക്ഷകർ കമന്റ് ബോക്സിൽ പറയുന്നു. അങ്ങനെ ചെയ്തുകൂടാ, നിയമത്തെ കയ്യിലെടുക്കലാണ്. ഇയാളെ പിടികൂടുക എന്നുള്ളത് അതിപ്രധാനമാണ്. അതിനുള്ള ശ്രമങ്ങളിലാണ് പോലീസ് സംവിധാനം ഉള്ളത്. നേരത്തെ ഒരു കോഴി ഫാമിന്റെ പിന്നിൽ ഇയാളെ കണ്ടുവന്നും അയാൾക്ക് പിന്നാലെ പോലീസ് ഓടിയെന്നും ഇയാൾ ഓടി രക്ഷപ്പെട്ടുവെന്നുമാണ് പോലീസ് പറയുന്നത്. നാട്ടുകാർ പറയുന്നത് അവിടെ തെരച്ചിൽ നടത്തിയ കുട്ടികൾ, അവിടെ ആബാലവൃദ്ധം ഇയാളെ ഈ പറയുന്ന ചെന്താമര എന്ന് പറയുന്ന കട്ട് ത്രോട്ട് ക്രിമിനലിനെ, കൊടും കുറ്റവാളി പിടികൂടാൻ രംഗത്തുണ്ട്. അതിൽ കുട്ടികളുണ്ട്. കുട്ടികളുടെ ഒരു സംഘം ഇയാൾക്ക് വേണ്ടി അവരുടേതായ രീതിയിൽ തെരച്ചിൽ നടത്തുകയായിരുന്നു. ആ കുട്ടികളുടെ സംഘത്തെയാണ് ഇയാൾ കണ്ടത്. ഇയാൾ ഓടിമറഞ്ഞു എന്നാണ്. ഓടിമറഞ്ഞ അവിടെ ഒരു പാലമെന്തോ ഒരു കനാലെന്തോ ഉണ്ട്. കനാലിൻ്റെ മുകളിലേക്ക് ഓടിക്കേറി ഓടിമറഞ്ഞു എന്നുള്ളതാണ് ആ കുട്ടികൾ പറഞ്ഞത്. അവർ പോലീസിനെ വിളിച്ചതും പ്രകാരമാണ് പോലീസ് അങ്ങോട്ടേക്ക് എത്തിയത്. ഇപ്പോൾ ആ പരിശോധന അവിടെ പുരോഗമിക്കുന്നതും. നേരത്തെയൊക്കെ തുടക്കം മുതൽ പറഞ്ഞതുപോലെ കൂടുതൽ വെളിച്ച സംവിധാനങ്ങൾ അങ്ങോട്ടേക്ക് എത്തേണ്ടത് ഈ രാത്രിയുടെ ഈ മണിക്കൂറിൻ്റെ ഏറ്റവും അനിവാര്യതയാണ്. കാര്യം ഇലയുടെ മറവിൽ മരത്തിൻ്റെ മുകളിൽ എവിടെ വേണമെങ്കിലും ഒളിച്ചിരിക്കാൻ പ്രത്യേക കഴിവുള്ള ഇയാൾ എവിടെ വേണമെങ്കിലും ഒളിച്ചിരിക്കാം. ചിലപ്പോൾ ആ തിരയുന്നതിനടുത്തൊക്കെ ഇയാൾ പതുങ്ങിയിരുന്നാൽ അറിയില്ല. നല്ല വെളിച്ച സംവിധാനം ഉണ്ടെങ്കിൽ മാത്രമേ അത് കണ്ടുപിടിക്കാൻ കഴിയുള്ളൂ. അതടക്കം എത്തിച്ചുകൊണ്ടുള്ള വലിയ വിന്യാസ പോലീസ് അവിടെ നടത്തുന്നുണ്ട്. ഈ രാത്രി പോലീസിനും നാട്ടുകാർക്കും ഉറക്കമില്ലാത്ത രാത്രിയാണ്. കാര്യം ഈ ക്ലൂ ഇല്ലാത്ത 48-50 മണിക്കൂറിന് ശേഷം ഒരു ക്ലൂ കിട്ടിയ രാത്രിയാണ്. അതുകൊണ്ട് അയാൾ അവിടെ ഉണ്ടെങ്കിൽ അയാളെ പൊക്കുക എന്നുള്ളത് തന്നെ അതിപ്രധാനമാണ്. കാര്യം അത് കുറേയധികം മനുഷ്യരുടെ ജീവന്റെ പ്രശ്നം കൂടിയാണ്. എന്തും ചെയ്യാൻ അറയ്ക്കാത്ത, ഏത് രീതിയിലും കൊലപ്പെടുത്താൻ അറയ്ക്കാത്ത ഒരു സൈക്കോ ക്രിമിനലാണ് ഇയാൾ. അന്ധവിശ്വാസമെന്നോ ഭ്രാന്തെന്നൊന്നും പറഞ്ഞ് അയാളെ ലഘൂകരിച്ചുകൂടാ. ഇയാളൊരു ക്രിമിനലാണ്, കൊടും കുറ്റവാളിയാണ്. ആ കൊടും കുറ്റവാളി, അതായത് ഈ ലോകത്ത് ജീവിച്ചിരിക്കാൻ അർഹതയില്ലാത്തൊരു കൊടും കുറ്റവാളിയാണ്. കോടതിയിലെത്തി വധശിക്ഷ അടക്കം നേടിക്കൊടുക്കാൻ പരുവത്തിന് കുറ്റവാളിത്തരം ചെയ്ത ഒരു കൊടും കുറ്റവാളിയാണ്. അയാളെ പിടിക്കുക എന്നുള്ളത് നമ്മുടെ ക്രമസമാധാനത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ നിയമ സംവിധാനത്തിൻ്റെ പ്രസ്റ്റീജ് ഇഷ്യൂ ആണെന്ന കാര്യത്തിൽ ഒരു തർക്കം വേണ്ട. അതനുസരിച്ച് അവിടെ തെരച്ചിൽ ഇപ്പോൾ ആ രാത്രി പുരോഗമിക്കുന്നു.